രഞ്ജിത്ത് കയറുന്ന പരിപാടി വേണ്ട. അത് ഒന്നോ രണ്ടോ തവണ തമാശയ്ക്ക് പറയുന്നതിനപ്പുറത്തേക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വേറൊരു വിഭാഗവും. എനിക്ക് പുള്ളിയുടെ ഈ ചാരിറ്റിയൊക്കെ കാണുമ്പോൾ പട്ടണ പ്രവേശനത്തിനകത്ത് കരമന ജനാർദ്ദനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ മയക്ക് വരുന്ന കഞ്ചാവൊക്കെ നടത്തിയിട്ടേ കാലഘട്ടമെന്ന് പറയുന്നില്ലേ, അനാഥ കുട്ടികളെ സംരക്ഷിക്കണം, അല്ല അതാണ് ഒരു ആശ്വാസം. അതേ കണക്ക് അവിടെ ഇവിടെ ഈ പറഞ്ഞ ഉടായ്പ കാണിച്ചിട്ട് കുറച്ച് ചാരിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ജനത്തെ പറ്റിക്കാം. ഈ ചാരിറ്റിയുടെ മറവിൽ എന്ത് ഉടായ്പ കാണിക്കും? രണ്ട് വിഭാഗം ഇങ്ങനെയുള്ള ഉടായ്പ ബിസിനസ്സുകാരെ ബിസിനസ് ചെയ്ത് എത്രയോ ക്വാളിറ്റിയോട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എത്രയോ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ആരെയും ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്നുള്ള രീതിയിൽ സഹായിക്കുന്ന എത്രയോ മനുഷ്യനുണ്ടെന്നേ. കോടിക്കണക്കിനുള്ളവരുണ്ട്, ലക്ഷങ്ങളുള്ളവരുണ്ട്, 10,000 ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലൊരു കുട്ടിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് 10 രൂപ ചലഞ്ച്, അതിൽ 10 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് മനസ്സാണ്. അല്ല ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഇതിലേക്ക് നടന്നു വരുന്നു, അവിടെ ഒരു അമ്മ വയ്യാതിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഒരാളെ മൊബൈലിൽ അങ്ങോട്ട് പിടിച്ചിട്ട് രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഇതും കൊടുത്തിട്ട് റീൽ വിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ സാഡ് മ്യൂസിക് വിട്ടിട്ട് അമ്മയുടെ തലയിൽ നടന്നു കഴിഞ്ഞാൽ ഗേദപ്രാണാന്ന് ഞാൻ പറയും. ഇങ്ങനെ കാണിക്കുന്ന മതി. അതൊന്നും ഒരിക്കലും അതൊക്കെ എന്ന് പറയുന്നത് ചാരിറ്റിയുടെ ഇവരെയൊന്നും അങ്ങനെ പെടുത്താനേ പാടില്ല. പിന്നെ ഈ ബിസിനസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതിനകത്ത് ഉടായ്പ സർക്കാർ കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ കുറേ പരസ്യമൊക്കെ കൊടുത്ത് വെച്ചു. ഇതല്ല മെയിൻ വിഷയം.